തുല്ലാബി അൽ അഇസ്സ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2023-24 വർഷത്തിലെ സെക്കൻഡ് ടേം ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, STD 5 അഥവാ സ്റ്റാൻഡേർഡ് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. സമയം 2 മണിക്കൂറാണ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ പൊതുനിർദ്ദേശങ്ങൾ 3 പൊതുനിർദ്ദേശങ്ങളാണുള്ളത്. അത് മലയാളത്തിലും അറബിയിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇർഷാദാത്തുൽ ആമ്മ പൊതുനിർദ്ദേശങ്ങൾ നമുക്ക് മലയാളത്തിലുള്ളത് വായിച്ചു നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. അതായത് പരീക്ഷ തുടങ്ങി 15 മിനിറ്റ് എന്താണ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. രണ്ടാമത്തേത്, ആകെയുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേന് നിർബന്ധമായും ഉത്തരം എഴുതണം. അതായത് 6 ആക്ടിവിറ്റിയാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിക്ക് നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ നന്നായി അറിയുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. അതായത് ബാക്കി 2 മുതൽ 6 വരെയുള്ള 5 ആക്ടിവിറ്റി ഉണ്ടാവും. അതിൽ 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. അങ്ങനെ ടോട്ടൽ ഒന്നാമത്തേതും കൂട്ടിയിട്ട് 5 ആക്ടിവിറ്റിയാണ് എഴുതേണ്ടത്. നോക്കുക, ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അൽ ഹിക്കായ, വിവരണമാണ്. ഹിക്കായത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിവരിച്ച് കൊടുത്തിട്ടുണ്ടാവും, അതുമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, അതിന് ഉത്തരങ്ങൾ എഴുതുക എന്നാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അതിന് താഴെ നഖ്റ ഉൽ ഹിക്കായത്ത വ നുജീബു അനിൽ അസ്ഇലത്തി താലിയത്തി. നഖ്റ നമുക്ക് വായിക്കാം, അൽ ഹിക്കായത്ത വിവരണം, ഈ വിവരണം താഴെ കൊടുത്തിരിക്കുന്ന വിവരണം നമുക്ക് വായിക്കാം. വ നുജീബു എന്നിട്ട് നമുക്ക് എഴുതാം അനിൽ അസ്ഇലത്തി താലിയത്തി, തുടർന്ന് വരുന്ന ചോദ്യങ്ങൾ. അസ്ഇലത്ത് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ, താലിയത്ത് എന്ന് പറഞ്ഞാൽ താഴെ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന എന്നാണ്. എന്താണ് ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്? മസാഅൻ ഖറജ ഹാഷിമുൻ മഅൽ അസ്തിഖാഇ ഇലൽ മൈദാനി. മസാഅൻ വൈകുന്നേരം, ഖറജ പുറപ്പെട്ടു. ആരാ പുറപ്പെടുന്നത്? ഹാഷിമുൻ, ഹാഷിമു പുറപ്പെട്ടു. മഅൽ അസ്തിഖാഇ കൂട്ടുകാരോടുകൂടെ, ഇലൽ മൈദാൻ മൈതാനത്തേക്ക്, കളിസ്ഥലത്തേക്ക് പുറപ്പെട്ടു. വ റഅൂ അവർ കണ്ടു, അൽ ഫളലാത്ത വേസ്റ്റുകൾ. അൽ ഫളലാത്ത എന്ന് പറഞ്ഞാൽ വേസ്റ്റുകൾ. എവിടെ? ഫി ജാനിബി ത്വരീഖി, ജാനിബ് എന്ന് പറഞ്ഞാൽ സൈഡിൽ, ഒരു അറ്റത്ത്. അത്വരീഖി വഴിയുടെ വശങ്ങളിൽ അവർ വേസ്റ്റുകൾ കണ്ടു. ഖാല ഹാഷിമുൻ ലിൽ അസ്തിഖാഇ, ഖാല പറഞ്ഞു, ഹാഷിമുൻ ഹാഷിമു പറഞ്ഞു, ലിൽ അസ്തിഖാഇ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഹയ്യാ വരൂ, നുനല്ലിഫു ത്വരീഖ, നുനല്ലിഫു നമുക്ക് വൃത്തിയാക്കാം, അത്വരീഖ വഴി നമുക്ക് വൃത്തിയാക്കാം. ഫ അജാബൽ അസ്തിഖാഉ, ഫ അജാബ അപ്പോൾ, അജാബ എന്ന് പറഞ്ഞാൽ മറുപടി കൊടുക്കുക, റിപ്ലൈ കൊടുക്കുക. ഫ അജാബൽ അസ്തിഖാഉ അപ്പോൾ വിദ്യാർത്ഥികൾ, അവൻ്റെ കൂട്ടുകാർ, സ്വദീഖുൻ ജംഉ അസ്തിഖ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്തു? മറുപടി കൊടുത്തു. ഹാദിഹി ഫിക്റത്തുൻ ജയ്യിദത്തുൻ, ഹാദിഹി ഇത്, ഈ പറഞ്ഞ എന്താണ്? ഫിക്റത്തുൻ ഇത് ചിന്തയാണ്, ജയ്യിദത്തുൻ ഇത് നല്ലൊരു തോട്ടാണ്, നല്ലൊരു ചിന്തയാണ്, നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബദഉ യുനല്ലിഫൂന ത്വരീഖ, ബദഉ അവർ തുടങ്ങി, യുനല്ലിഫൂന വൃത്തിയാക്കാൻ, അത്വരീഖ വഴി, അങ്ങനെ അവർ വഴി വൃത്തിയാക്കാൻ തുടങ്ങി. ഫ റഅത്ത് ഉമ്മു ഹാഷിമിൻ അമലൽ ഔലാദ്, ഫ റഅത്ത് അപ്പോൾ കണ്ടു, ഉമ്മു ഹാഷിമിൻ ഹാഷിമിൻ്റെ ഉമ്മ കണ്ടു, അമലൽ ഔലാദ് കുട്ടികളുടെ ഈ പ്രവർത്തനം കണ്ടു. ഫ സ്വനഅത്ത് അങ്ങനെ അവർ നിർമ്മിച്ചു. കഅക്കൻ കേക്കുകൾ ഉണ്ടാക്കി. വ ഖദ്ദമത്ത് എന്നിട്ട് ഹാഷിമിൻ്റെ ഉമ്മ എന്ത് ചെയ്തു? ഖദ്ദമ അത് നൽകി. ഖദ്ദമത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. അപ്പോൾ ഖദ്ദമത്ത് അവർ നൽകി, ആ കേക്കുകൾ നൽകി. ലഹും അവർക്ക്, ഈ കുട്ടികൾക്കൊക്കെ കൊടുത്തു. ഫ ശക്കറ അൽ ഔലാദ്, ഫ ശക്കറ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി പറയുക. ഫ ശക്കറ ഹ അവർ നന്ദി പറഞ്ഞു. ആര്? അൽ ഔലാദ് കുട്ടികളൊക്കെ
അവർക്ക് എന്ത് ചെയ്തു, നന്ദി പറഞ്ഞു. ഫഖാലത്തിൽ ഉമ്മു, ഫഖാലത്ത് അപ്പോൾ പറഞ്ഞു, അൽ ഉമ്മു ഹാഷിമിൻ്റെ ഉമ്മ പറയാണ്, ഹാദാ അമലുൻ മിസാലിയുൻ, ഹാദാ ഇത് നിങ്ങളിപ്പോൾ ചെയ്തത് അമലുൻ മിസാലിയുൻ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. അമലുൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, മിസാലിയുൻ എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ. അൽ മുഹാഫളത്തു അലാ നളാഫത്തിൽ ബിഅത്തി വാജിബുൻ അലൽ ജമീ. അൽ മുഹാഫളത്തു സംരക്ഷണം, അലൻ നളാഫത്തിൽ ബിഅത്തി നളാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തിയായി സംരക്ഷിക്കുന്നത്, അൽ ബിഅത്തി പ്രകൃതിയെ വൃത്തിയായി സംരക്ഷിക്കുന്ന എന്താണ്, വാജിബുൻ കർത്തവ്യമാണ്, നിർബന്ധമായ കാര്യമാണ്, അലൽ ജമീ മുഴുവൻ ആളുകളുടെയും, നാട്ടിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മുഴുവൻ ആളുകളുടെയും എന്താണ്, ഒരു നിർബന്ധ ബാധ്യതയായ കാര്യമാണ് ഇത് എന്ന് ഉമ്മ പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹാദിഹി ഫിക്രത്തുൻ ജയ്യിദത്തുൻ മൻ ഖാല ഹാദ. ഹാദിഹി ഫിക്രത്തുൻ ജയ്യിദത്തുൻ അത് ആ പാരഗ്രാഫിൽ വന്നതാണ്. ഹാദിഹി ഫിക്രത്തുൻ ജയ്യിദത്തുൻ, ഹാദിഹി ഇത്, ഫിക്രത്തുൻ ചിന്തയാണ്, ജയ്യിദത്തുൻ ഇതൊരു നല്ല ചിന്തയാണ്, നല്ല തോട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൻ ഖാല ഹാദ, മൻ ആരാണ്, ഖാല പറഞ്ഞത്, ഹാദ ഇതാരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അലിഫ് അൽ ഉമ്മ്, ബാ ഹാഷിമുൻ, ജീമ് അൽ അസ്ദിഖ, ദാല് അൽ അബ്. അലിഫ് അൽ ഉമ്മയാണ് പറഞ്ഞത് എന്ന്, അല്ലെങ്കിൽ ബാ ഹാഷിമാണ് പറഞ്ഞത് എന്ന്. ജീമ് അൽ അസ്ദിഖ അതിൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞത് എന്ന്. ദാല് അൽ അബ് പിതാവാണ് പറഞ്ഞത് എന്ന്. ഏതാണ് ഇതിൻ്റെ ഉത്തരം? അതെ, അൽ അസ്ദിഖ എന്നാണ്, അവൻ്റെ കൂട്ടുകാരാണ്. അവന് ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, മത ഖറജ ഹാഷിമും വൽ അസ്ദിഖ ഇലൽ മൈദാൻ. മത എപ്പോഴാണ്, ഏത് സമയത്താണ്, ഖറജ പുറപ്പെട്ടത്, ഹാഷിമു പുറപ്പെട്ടത്, വൽ അസ്ദിഖ അവൻ്റെ കൂട്ടുകാരനും, ഇലൽ മൈതാനത്തേക്ക് ഗ്രൗണ്ടിലേക്ക് എപ്പോഴാണ് ഹാഷിമും അവൻ്റെ കൂട്ടുകാരനും പുറപ്പെട്ടത്? 4 ഓപ്ഷൻ ഇതിനും കൊടുത്തിട്ടുണ്ട്. അലിഫ് സ്വബാഹൻ രാവിലെ, ബഅദൽ ളുഹ്രി ഉച്ചയ്ക്ക് ശേഷം, ജീമ് ബഅദൽ അസ്രി അസ്റിന് ശേഷം വൈകുന്നേരം, ലൈലൻ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാരഗ്രാഫിൽ പറഞ്ഞത് മസാ അൻ എന്നാണ്, വൈകുന്നേരം എന്നാണ്. പക്ഷെ ആ മസാ അൻ എന്നുള്ള വാക്ക് ഇതിലില്ല. ഇതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതിൽ ഉത്തരം ജീമാണ് വരുന്നത്. ബഅദൽ അസ്റിന് ശേഷമാണല്ലോ വൈകുന്നേരം എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇവിടെ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, മാദാ സ്വനഅത്തിൽ ഉമ്മുലിൽ ഔലാദ്. എന്താണ് സ്വനഅത്ത് ഉണ്ടാക്കിയത്, അൽ ഉമ്മ ഹാഷിമിൻ്റെ ഉമ്മ എന്താണ് ഉണ്ടാക്കിയത്, ലിൽ ഔലാദി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹാഷിമിൻ്റെ ഉമ്മ എന്താണ് ഉണ്ടാക്കിയത് എന്നാണ്. 4 ഓപ്ഷൻ ഇതിനുമുണ്ട്. അലിഫ് അസ്വീറൻ ജ്യൂസ്, അസ്വീറൻ എന്ന് പറഞ്ഞാൽ ജ്യൂസ്, ബ റുസൻ ചോറ്, റുസൻ എന്ന് പറഞ്ഞാൽ ചോറ് എന്നുള്ള അർത്ഥത്തിലാണ്. ജീമ് കഅക്കൻ കേക്ക്, 4 ഹലീബൻ പാല്. ഇതിലേതാ ഉണ്ടാക്കിയത്? അതെ, കഅക്കൻ എന്നുള്ളതാണ്, കേക്കാണ് ഉണ്ടാക്കിയത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. 4ാമത്തെ ചോദ്യം, മാതാ റഅൽ ഔലാദു ഫി ജാനിബി ത്വരീഖി. എന്താണ് റഅൽ ഔലാദു കുട്ടികൾ കണ്ടത്, ഫി ജാനിബി ത്വരീഖി വഴിയുടെ സൈഡിൽ എന്താ കണ്ടത്, അൽ ഫളലാത്ത് വേസ്റ്റുകൾ, ബാ അൽ ഫാക്കിഹ പഴങ്ങളാണോ കണ്ടത്? അല്ല. ജീമ് അൽ ഖളറവാത്ത് പച്ചക്കറികളാണോ? അതുമല്ല. ദാല് അൽ ഫഅർ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എലിനെയാണോ കണ്ടത്? അല്ല, വേസ്റ്റുകളാണ് കണ്ടത്. അപ്പോൾ അലിഫാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 5ാമത്തെ ചോദ്യം, നക്തുബു ഉൻവാനൻ ലി ഹാദിഹിൽ ഹിക്കായ. നക്തുബു നമുക്ക് എഴുതാം, ഉൻവാനൻ ഒരു തലക്കെട്ട്, ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ്, ലി ഹാദിഹിൽ ഹിക്കായ ഈ ഒരു വിവരണത്തിന്, ഇതിന് ഹെഡിങ് കൊടുത്തിട്ടില്ല, ഇതിന് യോജിച്ച ഒരു തലക്കെട്ട് നമ്മൾ നൽകണം. നമുക്ക് നളാഫത്തുൽ ബിഅത്തി പ്രകൃതി ശുദ്ധി എന്നോ, അല്ലെങ്കിൽ ഫിക്രത്തുൻ ജയ്യിദത്തുൻ നല്ല ചിന്ത എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് ഹെഡിങ് കൊടുക്കാവുന്നതാണ്. അത് ആ പാരഗ്രാഫ് 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ.
ഓക്കെ, അതിന് താഴെ നിർദ്ദേശം കാണാം 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ നിർദ്ദേശമാണെങ്കിൽ കൂടെ ഒരിക്കൽ കൂടെ അത് ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അൽ ഹിവാർ എന്നാണ്. അവിടെ ശരിക്ക് തെളിഞ്ഞ് കാണുന്നില്ല, അവിടെ ഉണ്ട് അൽ ഹിവാർ. കോൺവെർസേഷൻ അഥവാ സംഭാഷണം എന്നാണ്. കോൺവെർസേഷൻ അഥവാ സംഭാഷണം എന്നാണ്. താഴെ നോക്കുക, നുക്കമ്മിലു അൽ ഹിവാർ. നുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം, അൽ ഹിവാർ സംഭാഷണം. താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം എന്താണ്, നമുക്ക് പൂരിപ്പിക്കാം. അത് പൂരിപ്പിക്കുന്നതിന് മുന്നേ അതിൻ്റെ തൊട്ട് താഴെ ഒരു വരി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അറാദ ജാബിറുൻ ഷിറാഅ ബഅദിൽ ഖൽറാവാത്തി വൽ ഫവാക്കിഹി മിനസ്സൂഖി ഫദാറ ബൈനഹു വ ബൈനൽ ബയ്യാഇ ഹിവാർ. അറാദ ഉദ്ദേശിച്ചു, അറാദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു. ജാബിറുൻ ജാബിർ, ഷിറാഅ വാങ്ങാൻ വേണ്ടിയിട്ട്. എന്ത് വാങ്ങാനാണ്? ബഅദൽ ഖൽറാവാത്തി, ഖൽറവാത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ. ബഅദുൻ അല്പം അല്ലെങ്കിൽ കുറച്ച്, കുറച്ച് പച്ചക്കറികൾ വാങ്ങാൻ അവൻ ഉദ്ദേശിച്ചു. മാത്രമല്ല വൽ ഫവാക്കിഹി കുറച്ച് ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും വാങ്ങാൻ. എവിടുന്ന്? മിനസ്സൂഖി മാർക്കറ്റിൽ നിന്ന്. ഫ ദാറ അപ്പോൾ സംഭവിച്ചു, ബൈനഹു വ ബൈനൽ ബയ്യാഇ ബൈനഹു അവനിടയിലെ, വ ബൈനൽ ബയ്യാഇ കടക്കാരൻ്റെയും, ബയ്യ എന്ന് പറഞ്ഞാൽ വിൽപ്പനക്കാരൻ, ആ വിൽപ്പനക്കാരൻ്റെയും അവൻ്റെയും ഇടയിൽ സംഭവിച്ചു ഹിവാറുൻ ഒരു സംഭാഷണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഒരു സംഭാഷണമായിട്ട് മാറി. എന്താണ് ആ പറഞ്ഞത് എന്നാണ് നമുക്ക് അവിടെ പൂരിപ്പിക്കേണ്ടത്. ആദ്യം അൽ ബയ്യ എന്തോ പറയുന്നുണ്ട്, അതിന് മറുപടി ജാബിറും എന്തോ പറയുന്നുണ്ട്. അത് രണ്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുമുട്ടുമ്പോൾ ഒന്നല്ലെങ്കിൽ സ്വബാഹൽ ഖൈർ അല്ലെങ്കിൽ സ്വബാഹൻ നൂർ എന്നാണ് വരിക, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്നാണ് അവിടെ വരിക. ഓക്കെ, സ്വബാൽ ഖൈർ അല്ലെങ്കിൽ മസാ അൽ ഖൈർ എന്നൊക്കെ വരുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്നുള്ളത് എഴുതാൻ പഠിക്കുക. അതേപോലെ സ്വബാ അൽ ഖൈർ വന്നാൽ സ്വബാ അന്നൂർ എഴുതണം, മസാ അൽ ഖൈർ വന്നാൽ മസാ അന്നൂർ എഴുതണം. അങ്ങനെയാണ് വരിക കേട്ടോ. പൂരിപ്പിക്കുന്നതിന് മുന്നേ തൊട്ടപ്പുറത്തെ പേജിൽ ഇതേപോലെ ഒരു ബോക്സ് കാണാം. അത് പൂരിപ്പിക്കേണ്ട കുറേ വാക്കുകൾ എന്തുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അൽ ഖൽറാവാത്ത് ബോക്സിൽ നോക്കുക കേട്ടോ. അൽ ഖൽറാവാത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ. അടുത്തത് വരുന്നത് തഫല്ലൽ. തഫല്ലൽ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ്. ഒരു സാധനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന വാക്കാണ്. അടുത്തത് ഹൽ തുരീദുൽ ഫാക്കിഹ. ഹൽ തുരീദു നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അൽ ഫാക്കിഹ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വേണോ എന്നാണ്. അടുത്തത് വരുന്നത് അബ്ഐ കിലോ വാഹിദ് ഫഖത്ത്. അബ്ഐ എനിക്ക് വേണം, കിലോ വാഹിദ്. കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലുള്ള കിലോ ഗ്രാമിൻ്റെ വാക്കാണ്. കിലോ വാഹിദ് 1 കിലോഗ്രാം, ഫക്കത്ത് അത് മാത്രം, 1 കിലോഗ്രാം മാത്രം എനിക്ക് വേണം എന്ന് പറഞ്ഞു. അടുത്തത് കം അൽ മബ്ല. കം എത്രയാണ്, അൽ മബ്ല ഞാൻ അടയ്ക്കേണ്ടത്, ബില്ല് എത്രയാണ് എന്നാണ് ചോദ്യം. ഇതൊക്കെയാണ് ഈ ഒരു 5 വാക്കാണ് നിങ്ങൾക്ക് പൂരിപ്പിക്കാനുള്ളത്. ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്കത് വെച്ചിട്ട് പൂരിപ്പിക്കാം എന്നാണ്. അടുത്ത വരി നോക്കുക. അൽ ബയ്യ വിൽപ്പനക്കാരൻ പറയാണ്, തഫല്ലൽ പ്ലീസ് വരൂ, അയ്യു ഹിദ്മത്തിൻ എന്ത് സേവനമാണ് നിങ്ങൾക്ക് വേണ്ടത്. അയ്യ് എന്ന് പറഞ്ഞാൽ ഏത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജാബിർ എന്തോ പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് പറയാണ് ലൗ സമഹത്ത ദയവായി എന്നാണ്. അപ്പോൾ ദയവായിട്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ജാബിർ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് എഴുതുന്നതിന് മുന്നേ ബയ്യ എന്താണ് മറുപടി പറഞ്ഞതെന്ന് നോക്കാം. അയ്യുൽ ഖൽറാവാത്തി തുരീദു. അയ്യുൽ ഖൽറാവാത്തി എന്ത് പച്ചക്കറിയാണ്, അയ്യ് ഏത്, അൽ ഖൽറാവാത്തി പച്ചക്കറിയാണ്, തുരീദു നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, തുരീദു നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് പച്ചക്കറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് കടക്കാരൻ പറയണമെങ്കിൽ ജാബിർ എന്ത് പറഞ്ഞിട്ടുണ്ടാവണം, എനിക്ക് പച്ചക്കറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പച്ചക്കറിക്കുള്ള അറബി വാക്ക് നമ്മൾ ആ ബോക്സിൽ കണ്ടു, അൽ ഖലറാവാത്ത് എന്നാണ്. അപ്പോൾ ജാബിർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, അൽ ഖലറാവാത്ത് ലൗ സമഹത്ത എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഉരീദുൽ ഖലറാവാത്ത് ലൗ സമഹത്ത, നിങ്ങൾ ദയവായിട്ട് എനിക്ക് എന്ത് വേണം, പച്ചക്കറി വേണം എന്നാണ്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, അൽ ബയ്യ അയ്യുൽ ഖലറാവാത്തി തുരീദു. അയ്യ് ഏത്, അൽ ഖലറാവാത്ത് പച്ചക്കറിയാണ്, തുരീദു നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് പച്ചക്കറിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നയാൾ ചോദിച്ചു. അപ്പോൾ ജാബിർ പറയാണ്, തൊമാത്തിം വ ഡാഷ് വ ഡാഷ്
ടൊമാറ്റിം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ തക്കാളി എന്നാണ്. ബാക്കി രണ്ട് പച്ചക്കറികളും കൂടെ പേര് പറയുന്നുണ്ട്, പക്ഷെ അത് ഈ ബോക്സിൽ കൊടുത്തിട്ടില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, 4ാമത്തെ യൂണിറ്റിൽ പറയുന്നുണ്ട്. നമുക്കിവിടെ എങ്ങനെ പൂരിപ്പിക്കാം? വ ബാദിഞ്ചാൻ, വ ബാദിഞ്ചാൻ, വ ബാമിയ എന്നും പറയാം. വ ബാദിഞ്ചാനും വ ബാമിയ. ബാദിഞ്ചാൻ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ്, ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഈ 3 പച്ചക്കറിയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ബയ്യ ചോദിക്കുകയാണ് ഡാഷ് എന്തോന്ന് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജാബിർ അതിന് മറുപടി പറയാണ് നഅം അതെ, അബ് എനിക്ക് വേണം, മൗസൻ വ തുഫാഹത്തൻ വ ബുർത്തുക്കാലൻ. മൗസത്തൻ എനിക്ക് പഴം വേണം, തുഫാഹത്തൻ ആപ്പിൾ വേണം, വ ബുർത്തുക്കാലൻ ഓറഞ്ചും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ വേണോ എന്നായിരിക്കണം ആര് ചോദിച്ചിട്ടുണ്ടാവുക? അൽ ബയ്യ, കടക്കാരനെ. അപ്പോൾ അതിനുള്ള അറബിയുടെ ബോക്സിൽ കാണാം എന്താണ്? ഹൽ തുരീദു അൽ ഫാക്കിഹ, ഹൽ തുരീദു അൽ ഫാക്കിഹത്ത, ഹൽ തുരീദു നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, അൽ ഫാക്കിഹത്ത പഴവർഗ്ഗങ്ങൾ. നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളായിട്ട് പച്ചക്കറി വാങ്ങിയല്ലോ, ഇനി പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും വേണോ എന്നാണ്. അപ്പം ജാബിർ പറയാണ് നഅം അതെ എനിക്ക് വേണം, അബ് മൗസത്തൻ വ തുഫാഹത്തൻ വ ബുർത്തുക്കാലൻ എനിക്ക് ഓറഞ്ചും ആപ്പിളും പഴം വേണം എന്ന് പറഞ്ഞു. അൽ ബയ്യ വിൽപ്പനക്കാരൻ കം തുരീദു എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കം എത്ര, തുരീദു നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിനത്തുഫാഹി ആപ്പിളിൽ നിന്ന്, ആപ്പിൾ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര കിലോ വേണമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എത്ര കിലോ ആണ് ഇവിടെ നമ്മളെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്? നഅം അബ് കിലോ വാഹിദു ഫക്കത്ത്, അബ് എനിക്ക് വേണം, കിലോ വാഹിദുൻ ഒരു കിലോ, ഫക്കത്ത് അത് മതി, ഒരു കിലോ മാത്രം മതി എന്നാണ്. അതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ജാബിർ പറഞ്ഞു എനിക്ക് അബ് കിലോ വാഹിദു ഫക്കത്ത്, എനിക്കൊരു കിലോ മാത്രം മതി എന്ന് പറഞ്ഞു. മാത്രമല്ല അതിനോട് കൂടെ അവനൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്, കം റൂബിയത്തൻ എത്രയാണ് അതിൻ്റെ വില, കം റൂബിയത്തൻ, കം എത്രയാണ്, റൂബിയത്തൻ റുപ്പീസ്, ആപ്പിളിന് എത്രയാണ് വില എന്ന് ചോദിച്ചു. അപ്പോൾ അൽ ബയ്യ വിൽപ്പനക്കാരൻ പറയാണ് മിഅത്തു റൂബിയത്തിൻ കിലോ, മിഅത്ത് എന്ന് പറഞ്ഞാൽ 100 എന്നാണ്, 100, റൂബിയത്ത് 100 രൂപയാണ്, കിലോ ഒരു കിലോക്ക്, ഒരു കിലോക്ക് 100 രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജാബിർ പറഞ്ഞു, അവിടെ ജാബി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ ജാബിർ പറയാണ് അഴ്ത്തീനി എനിക്ക് നൽകൂ, ബുർത്തുക്കാലൻ ഓറഞ്ച്, ലിഹംസീന റൂബിയത്തൻ, ലിഹംസീന, ഹംസീൻ എന്ന് പറഞ്ഞാൽ 50, ലിഹംസീന റൂബിയത്തൻ 50 രൂപക്ക്, വ മൗസൻ അതുപോലെ തന്നെ പഴം നൽകൂ, ഇശ്രീന റൂബിയത്തൻ 20 രൂപക്ക്, 20 രൂപക്ക് പഴം, 50 രൂപക്ക് അതേപോലെ ബുർത്തുക്കാലും എനിക്ക് നൽകൂ എന്നാണ്. അപ്പോൾ അൽ ബയ്യ അതൊക്കെ എടുത്തിട്ട് എന്ത് പറഞ്ഞു, മിൻ ഫദ്ലിക് പ്ലീസ് ഇതാ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹുദ് പിടിച്ചോളൂ, ഹാദൽ കീസ ഈ ഒരു കവർ, ഈ ഒരു കവർ, കീസ് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കവർ കേട്ടോ. അപ്പോൾ ഈ കവർ ഒന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഓന് വാങ്ങിയത് കവറിലിട്ട് കൊടുത്തു. അപ്പോൾ ജാബിർ ചോദിക്കുകയാണ്, എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട് അവിടെ, ഡാഷ് എന്നാണ് കൊടുത്തുള്ളത്. ബയ്യ അതിന് മറുപടി പറയുന്നത് അൽ മബുല ഓ, ബില്ല് എന്ന് പറയുന്നത്, അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് മിഅത്താനി 200, അർബഊന റൂബിയത്തൻ, അർബഊന 40 റൂബിയത്തൻ, 200 + 40 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിഅത്താനി 200, അർബഊന 40, 240 റൂബിയത്തൻ രൂപ, 240 രൂപയാണ് അടയ്ക്കേണ്ടത് എന്നാണ്. അപ്പോൾ ജാബിർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ബില്ല് എത്രയാണ് എന്നാണ്. ഓക്കെ, അതിനുള്ള ഓപ്ഷന് അവിടെ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ഈ ബോക്സിൽ കാണാം, അവസാനത്തേത്. അതെ, കമിൽ മബില്, കം എത്രയാണ്, അൽ മബുല ബില്ല് എത്രയാണ് ബില്ല് എന്നാണ് ജാബിർ അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ബയ്യ എന്ത് പറഞ്ഞത്, അൽ മബുല മിഅത്താനി വ അർബഊന റൂബ, 240 രൂപയാണ് ബില്ല് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജാബിർ പറയാണ് ഹാത്തി തരൂ, നൽകൂ, അൽ ഫാത്തൂറത്ത് അതിൻ്റെ ബില്ല്, ആ ബില്ല് നൽകൂ എന്ന് പറഞ്ഞു. അപ്പോൾ അൽ ബയ്യ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, പ്ലീസ് അല്ലെങ്കിൽ ഇതാ എന്ന് പറഞ്ഞിട്ട് തഫല്ലൽ എന്നാണ് അവിടെ വരിക കേട്ടോ. തഫല്ലൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബില്ല് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ജാബിർ ശുക്രൻ
നന്ദി എന്ന് പറഞ്ഞു. നന്ദി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബയ്യ എന്ത് പറയണം? അഫ്വൻ എന്ന് പറയണം. ഓക്കെ, ഇതാണ് നമ്മളെ കോൺവെർസേഷൻ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി അൽ ബയാനാത്തി ഷഖ്സിയ്യത്തി, വ്യക്തിവിവരങ്ങൾ അല്ലെങ്കിൽ ബയോഡാറ്റ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു പ്രൊഫൈല് നൽകിയിട്ടുണ്ട്, ഒരാളുടെ ജീവചരിത്രം കൊടുത്തിട്ടുണ്ട്. ആരാന്ന് നോക്കാം. കാന രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി ആയിരുന്നു. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു. റഈസ വുസറാ ഇൽ ഹിന്ദി സാബിയ. റഈസുൽ വുസറ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി. അൽ ഹിന്ദ്, ഇന്ത്യയുടെ. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. എത്രാമത്തെ? അസാബിയ, ഏഴാമത്തെ. അദ്ദേഹം ഏഴാമത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു. വുലിദ, അദ്ദേഹം ജനിച്ചു. ഫിസാമിനു വഇശ്രീൻ, 28-ാം തീയതി. ഏത് 28? ഓഗസ്റ്റസ്, ഓഗസ്റ്റ്. ഏത് വർഷത്തിലാണ്? 1944, 1944 ബി മുംബൈ, മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത്. വാലിദുഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ്? ഫൈറൂസ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഫൈറൂസ് ഗാന്ധി എന്നായിരുന്നു. വാലിദത്തുഹു, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്, മാതാവായിരുന്നു ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധി ആയിരുന്നു. തസവ്വജ, രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചു. ബി സോണിയാഗാന്ധി, സോണിയാഗാന്ധിയെ വിവാഹം കഴിച്ചു. സനത്ത, ഏത് വർഷത്തിലാണ്? 1960 മീലാദിയ, 1968. ലഹു, അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇബ്നുൻ, ഒരു മകനും. വബിന്തുൻ, ഒരു മകളും. അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളും ഉണ്ടായിരുന്നു. ഉഖ്തില, കൊല്ലപ്പെട്ടു. ഉഖ്തില, കൊല്ലപ്പെട്ടു. ആര്? രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ഫി ബൽദത്തിൻ, നാട്ടിൽ വെച്ചിട്ട്. ഏതാണ്? ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന നാട്ടിൽ വെച്ചിട്ട്. മിൻ വിലായത്തി, സംസ്ഥാനത്തുള്ള. തമിഴ്നാടു, തമിഴ്നാട് സംസ്ഥാനത്തിലെ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന നാട്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഫിൽഹാദി അശ്രീന മായു, മെയ് മാസം 21. സനത്ത, ഏത് വർഷമാണ്? 1991. 1991 അദ്ദേഹം എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. അപ്പോൾ ഇത് 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കുക. അതിനുശേഷം തൊട്ടടുത്ത പേജിൽ നോക്കുകയാണെങ്കിൽ കാണാം അലിഫ്. നഖ്റഉ, നമുക്ക് വായിക്കാം. തർജമത്തൽ ഹയാത്തി, ജീവചരിത്രം, ആ പ്രൊഫൈല് നമുക്ക് വായിക്കാം. വനുഇദ്ദു, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. ബയാനാത്തി ഷഖ്സിയ്യത്തി, ബയോഡാറ്റ. ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ വ്യക്തിവിവരങ്ങൾ, ബയോഡാറ്റ. ലി രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കാം. 6 കാര്യങ്ങളാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത് അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്, മുഴുവൻ പേര്. അത് രാജീവ് ഗാന്ധി എന്ന് തന്നെയാണ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുക. രണ്ടാമത്തത് ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഫൈറൂസ് ഗാന്ധി എന്നാണ്. ഫൈറൂസ് ഗാന്ധി. അതേപോലെ ഇസ്മുൽ വാലിദത്ത്, മാതാവിൻ്റെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. ഇന്ദിരാഗാന്ധി. അതേപോലെ താരീഖുൽ മീലാദ്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 28 അഗസ്റ്റസ് 1944. ആ പാരഗ്രാഫിലുണ്ട്, അത് നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? എഴുതാനാണ്. അതേപോലെ മക്കാനുൽ മീലാദ്, അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫ് ബർത്ത്. മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം, മീലാദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലം. അതെവിടെയാണ്? അതെ, മുംബൈ എന്നാണ്. അതേപോലെ താരീഖുൽ വഫാത്ത്, അയാൾ മരണപ്പെട്ട ദിവസം, ഡേറ്റ്. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, അൽ വഫാത്ത്, മരണപ്പെട്ട 21 മെയ് 1991. 21 മെയ് 1991. അതൊക്കെ പാരഗ്രാഫ് നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? എഴുതാനാണ്. ഓക്കെ, അതിൽ തന്നെ ബി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, മാ ഇസ്മു സൗജത്തി രാജീവ് ഗാന്ധി. മാ ഇസ്മുൻ, എന്താണ് പേര്? സൗജത്തിൻ, ഭാര്യയുടെ. രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ഭാര്യയുടെ പേര് എന്താണ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്?
അതെ, സോണിയാഗാന്ധി എന്നാണ്. സോണിയാഗാന്ധി. രണ്ടാമത്തത് ഫി അയ്യി വിലായത്തിൻ, ഏത് സംസ്ഥാനത്താണ്, അയ്യ് എന്ന് പറഞ്ഞാൽ വിച്ച്, ഏത് സംസ്ഥാനത്തിലാണ് യഖഉ സ്ഥിതി ചെയ്യുന്നത്. ശ്രീപെരുമ്പത്തൂർ. ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലം, അദ്ദേഹം മരണപ്പെട്ട സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതെ, തമിഴ്നാടു എന്നാണ്. തമിഴ്നാട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തെ ആക്ടിവിറ്റി നോക്കുക. മുദക്കിറത്തുൻ, കുറിപ്പ്, ഒരു പാരഗ്രാഫാണ് ഉദ്ദേശിക്കുന്നത്. നഖ്റഉൽ ഫിഖ്റത വ നുഇദ്ദു മുദക്കിറത്തൻ യൗമിയത്തൻ ബിമുസാഅദതിഹാ. നഖ്റഉ, നമുക്ക് വായിക്കാം. അൽ ഫിഖ്റത, പാരഗ്രാഫ് വായിക്കാം. വ നുഇദ്ദു, എന്നിട്ട് നമ്മൾ തയ്യാറാക്കണം. മുദക്കിറത്തൻ യൗമിയത്തൻ, പ്രതിദിന കുറിപ്പ്, ഡെയിലി നോട്ട് എന്ത് ചെയ്യാം, നമുക്ക് തയ്യാറാക്കാം. ബി മുസാഅദത്തിഹ, അതിൻ്റെ സഹായത്തോടുകൂടെ, അതായത് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ സഹായത്തോടുകൂടെ ഒരു പ്രതിദിന കുറിപ്പ്, ഒരു പാരഗ്രാഫ് എന്ത് ചെയ്യാനാണ്, എഴുതാനാണ്. എന്താണ് അതിൽ പാരഗ്രാഫിൽ പറയുന്നത്? മുനീറുൻ യഖൂമു മിനൻ നൗമി മുബക്കിറൻ. മുനീർ യഖൂമു, അവൻ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ യസ്തൈഖിളു മിനൻ നൗമി, അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. മുബക്കിറൻ, നേരത്തെ, അവൻ നേരത്തെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ടോ യുനല്ലിഫുൽ അസ്നാന ബിൽ ഫുർഷത്തി. യുനല്ലിഫു, അവൻ വൃത്തിയാക്കുന്നു. അൽ അസ്നാന, പല്ലുകള്. ബിൽ ഫുർഷത്തി, ഫുർഷത്ത് എന്ന് പറഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് അവന് പല്ലൊക്കെ ക്ലീൻ ചെയ്തു. യുസ്വല്ലി, അവൻ നിസ്കരിച്ചു. സ്വലാത്ത സുബഹി, അവനങ്ങനെ സുബഹി നിസ്കാരം നിസ്കരിക്കുന്നു. യതനാവലു, എന്നിട്ട് അവൻ കഴിക്കുന്നു. യതനാവലു എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു. അൽ ഫത്തൂറ, ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം അവൻ കഴിക്കുന്നു. യദ്ഹബു, അവൻ പോകുന്നു. ഇലൽ മദ്രസത്തി, വിദ്യാലയത്തിലേക്ക്. സ്വബാഹൻ, രാവിലെ. അല ദറാജത്തി, സൈക്കിളുമേലെ. ദറാജത്ത് എന്ന് പറഞ്ഞാൽ സൈക്കിൾ. യദ്റുസു, അങ്ങനെ അവൻ പഠിക്കുന്നു. ജയ്യിദൻ, നന്നായിട്ട് പഠിക്കുന്നു. യുസല്ലി, അവൻ നിസ്കരിക്കുന്നു. സ്വലാത്തൽ ലുഹ്രി, ലുഹ്ർ നിസ്കാരം. യർജിഉ, എന്നിട്ട് അവൻ മടങ്ങുന്നു. മിനൽ മദ്രസത്തി, വിദ്യാലയത്തിൽ നിന്ന്. മസാഅൻ, വൈകുന്നേരം. യൽഅബു, അവൻ കളിക്കുന്നു. മഅൽ അസ്തിഖാഇ, കൂട്ടുകാരോടുകൂടെ. ബഅദ സ്വലാത്തിൽ മഗ്രിബി, ബഅദ, ശേഷം. സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം. യക്തുബു, അവൻ എഴുതുന്നു. അൽ വാജിബാത്തുൽ മൻസിലിയ, വാജിബാത്തുൽ മൻസിലിയ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക്, അവൻ ഹോംവർക്ക് ചെയ്യുന്നു. യനാമു, അവൻ ഉറങ്ങുന്നു. ഖബുല സാഅത്തിൽ ആശിറ, ഖബുല, മുന്നേ, അവന് മുന്നേ ഉറങ്ങുന്നു. എന്തിനു മുന്നേ? അസ്സാഅത്തുൽ ആശിറ, 10 മണിക്ക് മുന്നേ അവൻ ഉറങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഈ കുറിപ്പിലുള്ളത്. ഇത് ഒരിക്കൽ കൂടെ അർത്ഥസഹിതം വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അതിൻ്റെ ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, നോക്കുക എങ്ങനെയാണ് ഇത് എഴുതുക. ഒക്കെ അന അഖൂമു മിനൻ നൗമി മുബക്കിറൻ എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അന അഖൂമു, ഞാൻ എഴുന്നേൽക്കുന്നു. നേരത്തെ പറഞ്ഞതൊക്കെ അവൻ എന്നായിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെ പറയണം. ആ പാരഗ്രാഫിലുള്ള കാര്യങ്ങളൊക്കെ അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, അവൻ നിസ്കരിക്കുന്നു, അവൻ ഭക്ഷണം കഴിക്കുന്നു, ഒക്കെ മുനീറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മളെക്കുറിച്ച് പറയണം. അപ്പോൾ ഈ മുളാരിയായ ഫീലിൻ്റെ മുന്നിലൊക്കെ യാ കൊണ്ട് തുടങ്ങാണ് അവിടെ ചെയ്തതെങ്കിൽ ഇവിടെ ഒക്കെ അലിഫ് കൊണ്ട് തുടങ്ങണം. ഉദാഹരണം, മുനീറുൻ യഖൂമു എന്നാണ് പറഞ്ഞത്, ഇവിടെ ആ യാ മാറ്റിയിട്ട് അലിഫാക്കി മാറ്റി, അഖൂമു എന്നാക്കി. അങ്ങനെ ഒക്കെ ഫിഅലിൻ്റെ, മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തെ യാ എന്ന് പറയുന്ന അക്ഷരം ഒഴിവാക്കിയിട്ട് അലിഫ് ചേർത്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് അപ്പോൾ എഴുതുക? അതെ, ഉനല്ലിഫുൽ അസ്നാന ബിൽ ഫുർഷത്തി. ഉസ്വല്ലി സ്വലാത്ത സുബ്ഹി. വഅതനാവലുൽ ഫത്തൂറ. അദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ അല ദറാജത്തി. വഅദ്റുസു ജയ്യിദൻ. ഉസ്വല്ലി സ്വലാത്തൽ ളുഹ്രി. വഅർജിഉ മിനൽ മദ്രസത്തി മസാഅൻ. അൽഅബു മഅൽ അസ്തിഖാഇ. ബഅദ സ്വലാത്തിൽ മഗ്രിബി. അക്തുബുൽ വാജിബാത്തുൽ മൻസിലിയ. അനാമു ഖബ്ല സാഅത്തിൽ ആശിറ. അതേപോലെയാണ് എഴുതുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ.
അഞ്ചാമത്തെ ആക്ടിവിറ്റി വരുന്നത് അല്ല ഇഹാത്ത് സൂചനാ ബോർഡുകൾ അല്ലെങ്കിൽ നിർദ്ദേശ ബോർഡുകൾ എന്നർത്ഥം. യുഐദു നമുക്ക് തയ്യാറാക്കാം, അല്ല ഇഹാത്ത് സൂചനാ ബോർഡുകൾ, നമുക്ക് സൂചനാ ബോർഡുകൾ നിർമ്മിക്കാം. അസമത്ത് തീരുമാനിച്ചു, അൽ മുൻതദ അൽ അറബിയ, മുൻതദ എന്ന് പറഞ്ഞാൽ ക്ലബ്ബ്, അറബിക് ക്ലബ്ബ് തീരുമാനിച്ചു അല ഇഅ്ദാദിൽ ഇഹാത്തി സൂചനാ ബോർഡുകൾ നിർമ്മിക്കാൻ ബി മുനാസിബത്തിൽ യൗമുൽ ആലമി ലിസ്വിഹത്തി, ബി മുനാസിബത്തിൻ അനുബന്ധിച്ച്, എന്തിനോടനുബന്ധിച്ചാണ്? അൽ യൗമുൽ ആലമി ലിസ്വിഹത്തി, സ്വിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ആലം എന്ന് പറഞ്ഞാൽ ലോകം. അപ്പോൾ ലോക ആരോഗ്യ ദിനം, യൗം എന്ന് പറഞ്ഞാൽ ദിനമാണ് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ലോക ആരോഗ്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സൂചനാ ബോർഡുകൾ, നിർദ്ദേശ ബോർഡുകൾ നിർമ്മിക്കാൻ അറബിക് ക്ലബ്ബ് തീരുമാനിച്ചു. നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, അല്ല ഇഹാത്തി സൂചനാ ബോർഡുകൾ നമുക്ക് നിർമ്മിക്കാം. ബിത്തർത്തീബിൽ കലിമാത്തി, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ക്രമം തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിത്തർത്തീബ്, തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്തിക്കൊണ്ട്, അൽ കലിമാത്തി വാക്കുകൾ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് അത് തയ്യാറാക്കേണ്ടത്. ഒന്നാമത്തത് നോക്കുക, അല ഹാഫിദ് അൻ നല്ലാഫ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഫിഅലുകൾ അല്ലെങ്കിൽ പ്രവർത്തികളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ഹാഫിദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. ഹാഫിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഹാഫിലിൻ്റെ കൂടെ എപ്പോഴും വരാറുള്ള ഒരു ഹർഫാണ് അല എന്നുള്ളത്. അപ്പോൾ ഹാഫിൽ നിങ്ങൾ സൂക്ഷിക്കണം, അല എന്താ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്? അന്നല്ലാഫത്തി വൃത്തി. രണ്ടാമത്തത് എന്താ വരുന്നത്? അൽ ഫം വായ എന്നർത്ഥം. രണ്ടാമത്തത് എഴ്സിൽ നിങ്ങൾ കഴുകി എന്നാണ്. മൂന്നാമത്തത് യദൈനി രണ്ട് കൈകൾ, അവിടെ വൽ യദൈനി എന്നാണ്, രണ്ട് കൈകളും എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആദ്യം ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ ഇഅ്സിൽ എന്നാണ് ആദ്യം വരിക. ഇഅ്സിൽ നിങ്ങൾ കഴുകണം. എന്ത് കഴുകണം? അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫമും പറയുന്നുണ്ട്, വല്യദൈനി എന്ന് പറയുന്നുണ്ട്. വല്യദൈനി എന്നുള്ള അർത്ഥം നമ്മൾ പറഞ്ഞു, കൈകളും എന്നാണ്. അപ്പം അതിന് മുന്നേ മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട്. അൽ ഫം വായ കഴുകണം, വല്യദൈനി കൈകളും കഴുകണം എന്നാണ്. ഇനി മൂന്നാമത്തേത് നോക്കുക, ലിസ്വിഹത്തി ആരോഗ്യത്തിൻ്റെ, യൗമുൻ ആലമിയുൻ ലോക ദിനം, നമ്മൾ നേരത്തെ അത് പറഞ്ഞു. അസാബിയു അബ്രീൽ ഏപ്രിൽ 7. അപ്പോൾ ഏപ്രിൽ 7 അലിഫ്ലാം കൊണ്ട് അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അസാബിയു സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, അസാബിയു അബ്രീൽ ഏപ്രിൽ 7 എന്ന് പറയുന്നതാണ് യൗമുൻ ആലമിയുൻ ലോക ദിനം എന്തിൻ്റെ? ലിസ്വിഹത്തി ആരോഗ്യത്തിൻ്റെ. ഇനി നാലാമത്തെ നോക്കുകയാണെങ്കിൽ അവിടെ മുളിറുൻ ഉപദ്രവകാരിയാണ്, അത്തദ്ഖീന് പുകവലി ലഹരി ഉപയോഗം, ലിസ്വിഹത്തി ആരോഗ്യത്തിന്. അപ്പം എങ്ങനെയാണ് പറയുക? അത്തദ്ഖീനു മുളിറുൻ ലിസ്വിഹത്തി. അത്തദ്ഖീനു പുകവലി എന്ന് പറയുന്നത് മുളിറുൻ അത് ഉപദ്രവകാരിയാണ്, ഉപദ്രവമുള്ളതാണ്, ലിസ്വിഹത്തി ആരോഗ്യത്തിന്. അഞ്ചാമത്തെ നോക്കുക, മാ ഉൻ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. ഇഷ്റബൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കൂ എന്നാണ്. നഖയ്യൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായത് എന്നാണ്. അപ്പം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ആദ്യം പറയുക. ഇഷ്റബൂ നിങ്ങൾ കുടിക്കണം. നിങ്ങൾ എന്താ കുടിക്കേണ്ടത്? ശുദ്ധിയാണോ കുടിക്കേണ്ടത്? വെള്ളമാണ്. അപ്പോൾ ഇഷ്റബൂ നിങ്ങൾ കുടിക്കുക, മാ അൻ വെള്ളം കുടിക്കുക. എങ്ങനത്തെ വെള്ളമാണ്? നഖയ്യൻ ശുദ്ധമായ വെള്ളം കുടിക്കുക. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ. ആറാമത്തത് അൽ മന്ദൂമ് കവിതയാണ്. നുൻഷിദു നമുക്ക് ആലപിക്കാം, അൽ മന്ദൂമ കവിത ആലപിക്കാം. എന്ന് പറഞ്ഞാൽ പരീക്ഷ ഹാളിൽ എഴുന്നേറ്റ് കവിത ആലപിക്കൊന്നും വേണ്ട കേട്ടോ. വനക്തഷിഫു മനസ്സിൽ ആലപിച്ചിട്ട് വനക്തഷിഫു നമുക്ക് കണ്ടെത്താം. അൽ അബിയാത്തൽ മുനാസിബത്ത യോജിച്ച വരികൾ. ബൈത്തുജം അബിയാത്ത് എന്ന് പറഞ്ഞാൽ വരികൾ എന്നുള്ള അർത്ഥമാണ്. ലിത്തസുരീഹാത്തി താലിയ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക്, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾക്ക് യോജിച്ചത് എന്ത് ചെയ്യാനാണ്? കണ്ടുപിടിക്കാനാണ്. ഓക്കെ.
എന്താണ് കവിതയിൽ പറയുന്നത്? യാ അബി അൻത ഹബീബി, എൻ്റെ പിതാവ് നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അൻത അഹിലുൽ മക്രുമാത്തി, കറാം എന്ന് പറഞ്ഞാൽ ബഹുമാനം, എല്ലാ ബഹുമാനത്തിൻ്റെയും അവകാശി നിങ്ങളാണ്. അൻത തസ് ആ, നിങ്ങൾ പരിശ്രമിക്കുന്നു, ലി സുറൂറി, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അൻത തഷ്കാ ലി നജാഹി, ലി നജാത്തി, എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു. വലി ഉമ്മി, എൻ്റെ ഉമ്മാക്കുമുണ്ട് കുല്ലു ഫضل, എല്ലാ ശ്രേഷ്ഠതയും. ഫഹിയ റൂഹി വഹയാത്തി, ആ ഉമ്മ എൻ്റെ ജീവനും ജീവിതവുമാണ് എന്നാണ് പറയുന്നത്. അൻതുമ, നിങ്ങൾ രണ്ടുപേരും, ഉമ്മയും ഉപ്പയും, ലൗ ഉ സമായി, എൻ്റെ ആകാശത്തിൻ്റെ വെളിച്ചമാണ്. കന്നുജൂമി സാത്വി അത്തി, നക്ഷത്രങ്ങളെപ്പോലെ. ലക്കുമ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മാ ഇഷ്തു, ഞാൻ ജീവിക്കുന്നത്. ഹുബ്ബി, സ്നേഹത്തിൽ. വദുആഇ, എൻ്റെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ ജീവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫി സ്വലാത്തി, എൻ്റെ നിസ്കാരത്തിലുള്ള. ഇതാണ് അതിൽ വരുന്നത്. താഴെ 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അൽ വാലിദു, പിതാവാണ്. അഹ്ലു കുല്ലിൽ മക്രുമാത്തി, എല്ലാ ബഹുമാനത്തിൻ്റെയും അവകാശി എന്നുള്ളത്. അപ്പോൾ ഏത് വരിയാണ് അവിടെ വരിക? യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്രുമാത്ത്, ഇതാണ് അതിന് യോജിച്ച വരി ആയിട്ട് വരിക. രണ്ടാമത്തത്, അൽ ഉമ്മു വൽ അബു മിസ്ലൻ നുജൂമി ഫിസ്സമായി, അൽ ഉമ്മു, ഉമ്മയും, വൽ അബു, പിതാവും, മിസ്ല, പോലെയാണ്. എന്തിനെ പോലെയാണ്? നുജൂമി, നക്ഷത്രങ്ങളെ പോലെയാണ്. എവിടെയുള്ള? ഫിസ്സമാ, ആകാശത്തിലെ. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ് ഉമ്മയും ഉപ്പയും. അതിനോട് യോജിച്ചത് ഏതാ വരിക? നാം അൻതുമാ ലൗ ഉസ്സമായി കന്നുജൂമി സാത്വിആത്തി എന്നാണ്. മൂന്നാമത്തത്, അന അദ്ഉ ലി ഉമ്മി വലി അബി ഫിസ്വലാത്തി എന്നാണ്. ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കും എന്നാണ്. ഞാൻ അദ്ഉ, പ്രാർത്ഥിക്കുന്നു, ലി ഉമ്മി, ഉമ്മാക്ക് വേണ്ടിയിട്ട്, വ അബി, പിതാവിന് വേണ്ടിയിട്ടും, ഫിസ്വലാത്തി, സ്വലാത്തിൽ. നാലാമത്തത്, അൽ അബു, പിതാവ്, യെസ് അധ്വാനിക്കുന്നു, ലി സുറൂറിൽ വലതി, കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, സുറൂർ, സന്തോഷം. വ നജാത്തിഹി, അവൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും. ഏത് വരിയ വരിക? അൻത തസ്ആ ലി സുറൂറി അൻത തഷ്കാ ലി നജാത്തി. അഞ്ചാമത്തെ വരി, അൽ ഉമ്മു റൂഹും വഹയാത്തുൻ, ഉമ്മ ആത്മാവും ജീവിതവുമാണ് എന്നാണ്. ഏത് വരിയ വരിക അതിനോട് യോജിച്ചത്? വലി ഉമ്മി കുല്ല ഫളിൻ ഫഹിയ റൂഹി വഹയാത്തി. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ഇനി എന്തെങ്കിലും അഡീഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.